ഇന്ന് നോമ്പിന്റെ 39-ാം ദിനം. ഗെത്സെമനിയിൽ യേശുവിനെ പിടിച്ചു കെട്ടിയത് കണ്ടപ്പോൾ തന്നെ യോഹന്നാന് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതായി തോന്നി. ഇതെങ്ങനെയും മറിയത്തെ അറിയിക്കാൻ ഗെത്സെമനിയിൽ നിന്നും യോഹന്നാൻ നസ്രത്തിലേക്ക് ഓടിയെത്തി. മറിയത്തോടും മറ്റ് വീട്ടുകാരോടും സുഹൃത്തുക്കളോടും എല്ലാം ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. തകർന്നു പോയ മറിയം യേശുവിനെ കാണാൻ യോഹന്നാനോടൊപ്പം തിരിച്ചു. പീലാത്തോസ് അവനെ കുരിശുമരണത്തിന് വിധിച്ചു എന്ന വാർത്ത ഒരു ഇടുത്തി പോലെയാണ് മറിയത്തിന്റെ ഹൃദയത്തിൽ പതിച്ചത്. ഒന്നും മിണ്ടാതെ ഗാഗുൽത്ത വരെ യേശുവിനെ പിന്തുടർന്നു. മകന്റെ പീഡാനുഭവവും കുരിശുമരണവും നേരിൽ കണ്ടൊരമ്മയാണ് മറിയം. കുരിശുമരണത്തിലൂടെ യേശു തന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തന്നു. യേശുവിനെ കുരിശിൽ തറച്ചതിനു ശേഷം 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവനും അന്ധകാരമായിരുന്നു. അർണോസ് പാതിരി എഴുതിയ പുത്തൻ പാന 12-ാം പാദത്തിൽ മാതാവ് കടന്നുപോകുന്ന വഴികളും അനുഭവിച്ച വേദനകളുമാണ് വിവരിക്കുന്നത്. അതുപോലെ റഫീഖ് അഹമ്മദിന്റെ തോരാമഴയിൽ കുഞ്ഞിന്റെ മരണം ഉണ്ടാക്കിയ ആഘാതം അമ്മയിൽ ഒരു തോരാമഴയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്.